ജയിൽ പരിസരത്ത് നിന്നും രക്ഷപ്പെട്ട കൊടും കുറ്റവാളി ബാലമുരുകൻ തെങ്കാശിയിൽ ഭാര്യയെ കാണാനെത്തി. ആട് മേയ്ക്കുന്നവരുടെ വേഷത്തിലാണ് എത്തിയത്. 50ഓളം വരുന്ന തമിഴ്നാട് പോലീസ് സംഘം പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ബാലമുരുകൻ ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്കായി പരിശോധന ഊർജിതമാക്കിയിരിക്കുകയാണ് തമിഴ്നാട് പോലീസ്. കൂടുതൽ പ്രതിയെ പിടികൂടാനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, ഈ കൊടും കുറ്റവാളിയായ ബാലമുരുകനെ ഇതുവരെയും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എപ്പോഴാണ് ഇദ്ദേഹം ഭാര്യയെ കാണാനെത്തിയത്? എന്തൊക്കെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഈ ഒരു വിവരം ലഭിച്ചത്? ഒപ്പം ഇദ്ദേഹത്തെ പിടികൂടാനുള്ള അന്വേഷണം അത് എവിടെ വരെ എത്തി? ഒരു മാസത്തിന് മുൻപാണ് വിയ്യൂർ സെൻട്രൽ ജയിലിന് തൊട്ട് മുന്നിൽ നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ മുന്നിൽ നിന്നും ഈ തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്നും ഈ കുപ്രസിദ്ധ കുറ്റവാളിയായിട്ടുള്ള ബാലമുരുകൻ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടുന്നത്. തുടർന്ന് വലിയ രീതിയിലുള്ള അന്വേഷണമൊക്കെ കേരള തമിഴ്നാട് പോലീസിന്റെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. കേരള തമിഴ്നാട് പോലീസ്, രണ്ട് സംസ്ഥാനങ്ങളിലെ പോലീസുകാർ സംയുക്തമായിട്ടും വലിയ തെരച്ചിൽ നടത്തിയിട്ടും ഈ ബാലമുരുകനെ കണ്ടെത്താനോ അയാൾ എവിടെ ഒളിച്ചിരിക്കുന്നതെന്നോ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. തുടർന്ന് ഈ വീടിന് സമീപം, അതായത് ഈ രക്ഷപ്പെട്ടു പോയ ബാലമുരുകൻ ഈ ജയിലിന് സമീപമുള്ള ഒരു വീട്ടിൽ നിന്ന് വാഹനം മോഷ്ടിച്ചുകൊണ്ട് അല്ലെ കവർന്നുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നൊരു രീതിയിലുള്ള ഒരു കണ്ടെത്തലൊക്കെ കേരള പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എന്തായാലും ഇതൊന്നും ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകളൊന്നും പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ബാലമുരുകൻ തെങ്കാശിയിൽ തന്റെ ഭാര്യനെ കാണാൻ എത്തി എന്നുള്ള ഒരു സുപ്രധാന വിവരമാണ് തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ പുലർച്ചയോടുകൂടി ആട് മേയ്ക്കാൻ പോകുന്നവരുടെ വേഷത്തിൽ അല്ല അത്തരത്തിൽ വേഷം ധരിച്ചുകൊണ്ട് ഈ ബാലമുരുകൻ അവിടെ എത്തി. ഈ ബാലമുരുകനെ പിന്തുടർന്നുകൊണ്ട് തമിഴ്നാട് പോലീസിന്റെ ഏകദേശം 50ഓളം പോലീസുകാർ പുറകെ എത്തിയെങ്കിലും ഇയാളെ പിടികൂടാൻ സാധിച്ചില്ല. തെങ്കാശി ജില്ലയിലെ കടയത്തിന് സമീപത്തെ കുന്നിന് മുകളിലേക്ക് ഇയാൾ ഓടിക്കേറുകയും തൊട്ടു പിന്നാലെ പോലീസുകാർ, ഈ 50ഓളം പോലീസുകാർ ഈ ബാലമുരുകനെ പിന്തുടർന്ന് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ പോലീസുകാർ ഇയാളെ പിന്തുടരുന്ന സമയത്ത് അതിശക്തമായ മഴയും ഇവിടെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ 50ഓളം പോലീസുകാരിൽ ഏകദേശം 10ഓളം പോലീസുകാർ ഈ കുന്നിന് മുകളിൽ പെട്ടുപോവുകയും അവരെ ഇന്ന് രാവിലെയാണ് അഗ്നിരക്ഷാ സേന എത്തി രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ബാലമുരുകൻ ഈ കുന്നിന് മുകളിലോ അല്ലെങ്കിൽ കുന്നിന്റെ ഏതെങ്കിലും പരിസര പ്രദേശങ്ങളിലോ ഒളിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് തമിഴ്നാട് പോലീസിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ഈ കുന്ന് പൂർണ്ണമായും അരിച്ചു പെറുക്കിക്കൊണ്ടുള്ള ഒരു നിരീക്ഷണമാണ് അല്ലെങ്കിൽ പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപും സമാന നിലയിലെ കഴിഞ്ഞ മെയ് മാസത്തില് ഈ ബാലമുരുകൻ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിനിടെ വാനിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. അന്നും സമാന നിലയിൽ തന്നെ ഭാര്യനെ കാണുന്നതിന് വേണ്ടി എത്തിയ സമയത്താണ് തമിഴ്നാട് പോലീസിന് ഇയാളെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും സാനു, എന്തായാലും വിയ്യൂർ ജയിൽ പരിസരത്ത് നിന്നും രക്ഷപ്പെട്ട കൊടും കുറ്റവാളി ബാലമുരുകനെ കണ്ടെത്താനുള്ള അന്വേഷണത്തിനാണ് പോലീസ്.